Excelsis Deo, Gloria in excelsis Deo. Come to Bethlehem and see Him whose birth the angels sing. Come adore on bended knee Christ the Lord, the newborn King. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇതേ സ്കൂളിലേക്ക് പോകണം. ഇന്ന് ഞങ്ങൾക്ക് പാരൻസ് ടീച്ചേഴ്സ് മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് സ്കൂളിൽ ടീച്ചേഴ്സിനുള്ള ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ അതേ ചേട്ടൻ്റെ ഗിഫ്റ്റ് ഇവിടെ റെഡിയായി. ഗിഫ്റ്റ് പാക്കൊക്കെ ചെയ്ത് നമ്മൾ ഇന്നലെ വെച്ചായിരുന്നല്ലോ. അപ്പോൾ അതുകൂടെ റെഡിയാണ്. ചേട്ടൻ്റെ ഗിഫ്റ്റ്, എൻ്റെ ഗിഫ്റ്റ് ഇതാ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കാസറോള്, പിന്നെ ബെഡ്ഷീറ്റ്. ചേട്ടൻ്റെ 2 ബെഡ്ഷീറ്റ് തന്നെയാണ്, 2 ഡബിൾ ബെഡ്ഷീറ്റ്. അപ്പോൾ ഈ ഗിഫ്റ്റുകളൊക്കെ ആയിട്ട് അതെ, അപ്പോൾ ഈ ഗിഫ്റ്റുകളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങാണ്. അപ്പോൾ ഇനി ഞങ്ങൾ സ്കൂളിൽ ചെന്നിട്ട് ക്രിസ്മസ് സെലിബ്രേഷൻ്റെ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റി അപ്പം എടുത്ത് നിങ്ങൾ ആ വീഡിയോ കാണിക്കുക, അല്ലെങ്കിൽ വന്നിട്ട് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാണ്. ബൈ ബൈ. ഇന്ന് പുറത്ത് നല്ല മഞ്ഞ, സൂപ്പർ മഞ്ഞ്. പുറത്തേക്ക് മഞ്ഞൊന്നും നോക്കി, ഈ അറ്റത്തേക്കൊന്നും ഒന്നും കാണില്ല. മഞ്ഞായാലും വെയിലായാലും നമുക്ക് വർക്കിംഗ് ഡേ ആണെങ്കിൽ എന്തായാലും പോകണമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതേ രാവിലെ തന്നെ സ്കൂളിലേക്കായിട്ട് പുറപ്പെട്ടു. അപ്പോൾ അങ്ങനെ മീറ്റിംഗൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഗ്യാതറിങ്ങിൻ്റെ ടൈമായി. അപ്പോൾ ഞങ്ങളുടെ അസംബ്ലി ഹാളിൽ വെച്ച് കഴിഞ്ഞാൽ കേട്ടോ ഇന്നത്തെ ക്രിസ്മസ് പ്രോഗ്രാം. അപ്പോൾ അതേ ഇവിടെ ഒരു സൈഡിൽ നമ്മുടെ ഗിഫ്റ്റ് കാര്യങ്ങളെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ക്രിബുണ്ട്, പിന്നെ കുറച്ച് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ക്രിസ്മസ് ട്രീ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെറുതായ രീതിയിലൊക്കെ എല്ലാം ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായപ്പോൾ ടീച്ചേഴ്സ് എല്ലാവരും അവരവരുടെ ഫ്രണ്ട്സിന് കൊടുക്കേണ്ട ഗിഫ്റ്റുകളൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും കൊണ്ടുവന്ന് സ്റ്റാഫ് റൂമിലൊക്കെ വെച്ച് അങ്ങനെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ എല്ലാവരും ഗിഫ്റ്റൊക്കെ എടുത്ത് അവരവരുടെ ചെയറിൻ്റെ അടുത്തൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന് മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ നമ്മുടെ വ്ളോഗിലൊക്കെ വരാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. അവർ പറയും ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഞങ്ങളുടെയും കൂടെയൊക്കെ വീഡിയോ എടുത്തോളൂ, ഞങ്ങൾക്ക് വീഡിയോയിൽ വന്ന് യൂട്യൂബിലൊക്കെ കാണാൻ, അവർക്ക് അവരുടെ ഫേസൊക്കെ ഒന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ വീഡിയോ പേഴ്സണലിയൊക്കെ എടുക്കാനൊക്കെ എപ്പോഴും പറയും കേട്ടോ എന്നോട്. അപ്പോൾ അതേ ഓരോരോ കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും. അതേ ഇവിടെ നമ്മുടെ ശ്രീഷ ടീച്ചറും ജെസ്സി ടീച്ചറും ഒക്കെ ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ അവർ ഹാപ്പി ക്രിസ്മസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ ജിംഗിൾ ബെൽസ് പാട്ടൊക്കെ വളരെ ലൗഡ്ലി പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ അവരുടെ വോയിസ് സൈലൻ്റ് ആക്കിയേക്കാം കേട്ടോ. തണുപ്പ് കാലം ആയതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് എല്ലാവരും തന്നെ സ്വെറ്ററും ഷോളും സോക്സും തൊപ്പിയും മഫ്ലർ കാര്യങ്ങളൊക്കെ ആയിട്ടോ വന്നിരിക്കുന്നത്. ജാക്കറ്റ്, കോട്ട് ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല തണുപ്പുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ അതെല്ലാം ഇട്ടിട്ടാണ് നമ്മൾ ഇന്ന് പ്രോഗ്രാമിന് ഇരിക്കുന്നത് തന്നെ. ഇവിടെ ഒരു സൈഡിൽ ഞങ്ങളുടെ ലേഡി ടീച്ചേഴ്സ് എല്ലാവരും കൂടി ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും വളരെ ഹാപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവരുടെയും ഫേസിൽ നിന്ന് തന്നെ കാണാമല്ലോ. കാരണം ഒന്നാമത് ഇന്ന് ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂൾ ക്ലോസിങ് ഡേയും കൂടെയാണ്. ഇനി ക്രിസ്മസിനായിട്ട് ഒരു 6 ദിവസത്തോളം നമ്മുടെ സ്കൂൾ ക്ലോസിങ് ആണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ടീച്ചേഴ്സ് ആ ഒരു ഹോളിഡേയ്സൊക്കെ കിട്ടുന്ന ആ ഒരു സന്തോഷത്തിലും, പിന്നെ ഇങ്ങനെ സൈഡിൽ നമ്മുടെ ജെൻസ് ടീച്ചേഴ്സ് അവർ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് നമ്മുടെ ഗിഫ്റ്റ് കാര്യങ്ങൾ, ഞാൻ എൻ്റെ ഗിഫ്റ്റൊക്കെ ഇതാ ഇവിടെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് തന്നെ ചെയറിൻ്റെ അടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് കൊടുക്കേണ്ട ഗിഫ്റ്റ്.
പിന്നെ ഇന്ന് എല്ലാവർക്കും അറിയാം ഗിഫ്റ്റുകൾ കൊടുക്കുന്ന ദിവസവും അതുപോലെ തന്നെ ഗിഫ്റ്റ് കിട്ടുന്ന ദിവസമാണ്. അപ്പോൾ ആ ഒരു സന്തോഷമൊക്കെ ഉണ്ട് എല്ലാവരുടെയും മുഖത്ത്. പിന്നെ അതേ ഓരോരുത്തർ കണ്ടോ എഡിറ്റ് നിൽക്കുന്ന അവരൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്നും പറഞ്ഞുകൊണ്ട് എഡിറ്റ് ആളതേ അവിടെ വേറെ ടീച്ചർ പിടിച്ചിരുത്തണം ഞങ്ങളെയും കൂടെ കാണണമെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആട്ടോ ഇന്ന്. പിന്നെ ഇത് നമ്മുടെ കേക്ക്, ക്രിസ്മസിനുള്ള കേക്ക് ഞങ്ങൾക്ക് എല്ലാ വർഷവും അച്ഛൻ കേക്ക് തരാറുണ്ട്. അപ്പോൾ കേക്കൊക്കെ അതേ ഇവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ ക്രിസ്മസ് പപ്പ ഇവിടെ റെഡിയാണ്. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് 2 ക്രിസ്മസ് പപ്പമാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടുപേരും അവരുടെ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ പിടിച്ച് ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നേരം. അതൊക്കെ കഴിപ്പിക്കും. പിന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ടോഫീസ്, സ്വീറ്റ്സ് എല്ലാം അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് പേർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന സമയമായിപ്പിക്കും പിന്നെ ഞങ്ങളുടെ പ്രിൻസിപ്പാൾ അച്ഛനും മാനേജർ അച്ഛനും അതുപോലെ തന്നെ സിസ്റ്റേഴ്സും ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാറായി. അങ്ങനെ വലിയ ഒത്തിരി ലെങ്തി ആയിട്ടുള്ള പ്രോഗ്രാമൊന്നുമല്ല, ചെറിയ പ്രോഗ്രാമാണ്. അപ്പോൾ അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. Jesus, Lord, at thy birth. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് പ്രോഗ്രാമിൽ ഏറ്റവും ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ടീച്ചേഴ്സിൻ്റെ സോങ് ആയിരുന്നു. അപ്പോൾ ഒരു കരോൾ സോങ് 2-3 പാടിയായിരുന്നു. അപ്പോൾ അതിൽ 2 സോങ് ഇംഗ്ലീഷ് സോങ് ആയിരുന്നു. അപ്പോൾ അത് രണ്ടും അവർ കരോക്കെ വെച്ചാണ് പാടുന്നത്. അതുകൊണ്ട് ഞാൻ അവരുടെ ഒറിജിനൽ വോയിസ് കൂടെ കൊടുത്തിട്ടില്ല കേട്ടോ, വേറെ മ്യൂസിക്കാണ് ഇവിടെ പ്ലേ ചെയ്യുന്നത്. അതിനുശേഷം ഒരു ഹിന്ദി പാട്ട് പാടിയായിരുന്നു. അത് കരോക്കെ ഇല്ലാതെയാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കിവിടെ പ്ലേ ചെയ്ത് കേൾക്കാം. Respected Father Sajid Paul, our principal, dear Sister Shirley, Sister Jayanti, and many teachers and our non-teaching staff. The moment when you think or when you enter into December, the very second you remember about Christmas, Santa Claus, isn't it? പാട്ടിൻ്റെ സമയത്ത് സ്റ്റേജിലുണ്ടായിരുന്ന ജോസഫും മേരിയും അതുപോലെ തന്നെ ക്രിസ്മസ് പപ്പമാരൊക്കെ ഞങ്ങളുടെ സ്കൂളിലെ സ്റ്റാഫ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ മാനേജർ അച്ഛൻ്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ വീഡിയോസ് ഞാൻ ചെറിയ ക്ലിപ്പായിട്ട് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ സ്പീച്ചിന് ശേഷം പിന്നെ ഞങ്ങൾക്കിവിടെ ലോട്ട് എടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്, എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് അങ്ങനെ പേപ്പർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും അതിൽ നിന്ന് ലോട്ട് എടുക്കാം. അപ്പോൾ കിട്ടുന്ന നമ്പർ അനുസരിച്ച് നമുക്ക് ഗിഫ്റ്റ് അവിടെ നിന്ന് തരും. അപ്പോൾ എനിക്കങ്ങനെ കിട്ടിയത് 78 കേട്ടോ. എൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ലോട്ട്. എനിക്ക് കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് 78 ആണ്. അപ്പോൾ അവിടെ നമ്പർ 78 വിളിക്കുമ്പോൾ ഞാൻ ചെന്ന് ഗിഫ്റ്റ് വാങ്ങിക്കണം, അങ്ങനെയാണ്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്കൊക്കെ ഫുൾ ടൈം നമ്മുടെ ജിംഗിൾ ബെൽ സോങ് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മ്യൂസിക് ചെറുതായിട്ട് കേൾക്കാട്ടോ. അപ്പോൾ അച്ഛൻ നമ്പർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്പറിൻ്റെ ഇടയ്ക്ക് മ്യൂസിക് വരുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒറിജിനൽ വോയിസ് ഇവിടെ പ്ലേ ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും അവരവർക്ക് കിട്ടിയ നമ്പറുകൾ അവിടെ വിളിക്കുമ്പോൾ അതിനനുസരിച്ച് പോയി ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നുണ്ട്. ആ സമയത്ത് അവരുടെ ഫോട്ടോ വീഡിയോ കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ. Bells on bobtails ring, making spirits bright. 48, 49, 50, 51, 49, 52, 77, 78, 80, 81, 93, 96, 90. അപ്പോൾ ലക്കി ഡ്രോയിൽ വിൻ ചെയ്തത് ഞങ്ങളുടെ സ്കൂളിലെ ഇലക്ട്രീഷ്യൻ ചേട്ടനാണ് കേട്ടോ. ഈ ചേട്ടനാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത്. എന്തൊക്കെ കിട്ടിയത്? മാർക്കർ, പല്ല് തേക്കാൻ ബ്രഷ്,
എന്തായിരിക്കും ഇത് വലിയ ബുദ്ധിയുള്ളോടി. വെപ്പ് വല്ല് പറിച്ചെടുത്ത് വെക്കാനായിട്ട് ബോക്സ്. മഞ്ഞ പിടിച്ചിരിക്കുന്ന പല്ല് വെളുപ്പിക്കാനായിട്ട് അടിക്കാനുള്ള അല്ലല്ല ഒട്ടിക്കാനുള്ളത്. ഹാപ്പി ആയോ? ഈ 65-ാം വയസ്സിൽ വന്നപ്പോ എന്ത് കിട്ടാനാ? ഹാപ്പി ക്രിസ്മസ്. മേരി ക്രിസ്മസ്. അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഇതാ അടുത്തത് ഞങ്ങളുടെ സ്കൂളിലെ നോൺ ടീച്ചിങ് സ്റ്റാഫിന് അച്ഛൻ ക്രിസ്മസ് കേക്ക് കൊടുക്കുന്നതാട്ടോ. അടുത്തത് നമ്മുടെ മെയിൻ പ്രോഗ്രാമായി നമ്മുടെ ഗിഫ്റ്റ് എക്സ്ചേഞ്ചിങ്ങിൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫ്രണ്ടിന് നമ്മൾ ഗിഫ്റ്റ് കൊണ്ടുപോയി കൊടുക്കണം. അതുപോലെ അവിടെ വന്നിരിക്കുന്ന ഫ്രണ്ട് അവർക്ക് കിട്ടിയ ഫ്രണ്ടിനും ഗിഫ്റ്റ് കൊടുക്കണം. അങ്ങനെ ഇതാ ഓരോരുത്തരുടെ പേര് വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓർഡർ അനുസരിച്ച് എല്ലാവരും വന്ന് ഇതാ ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ സ്റ്റാഫും തന്നെ വളരെ ഹാപ്പി ആയിട്ട് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു ടൈമാണിത്. 10 പേരുടെ പേര് വെച്ചിട്ടുണ്ടോ വിളിക്കണേ. അപ്പോൾ അതേ നമ്മുടെ അനിലേട്ടനെ കൂടെ വന്ന് നിൽക്കുന്നുണ്ട്. ചേട്ടൻ്റെ തൊട്ടടുത്ത് വന്ന് ടീച്ചർ നിൽക്കുന്നുണ്ട്. പക്ഷേ ടീച്ചറിനാണ് ചേട്ടൻ്റെ പേര് കിട്ടിയേക്കുന്നത് ചേട്ടൻ അറിഞ്ഞൂടാ കേട്ടോ. പെട്ടെന്ന് ഗിഫ്റ്റ് എടുത്ത് കൊടുത്തപ്പോൾ ഞെട്ടിപ്പോയി ചേട്ടൻ. എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ. ഗിഫ്റ്റ് എക്സ്ചേഞ്ചിങ്ങിൻ്റെ ടൈമിൽ ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ഇതാ എൻ്റെയും ടേൺ എത്തിയിട്ടോ. അപ്പോൾ പേര് വിളിച്ചപ്പോൾ ഞാനും പോയി നിന്നു. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള വീട്ടിലെ ആ സാറിനുണ്ടോ എൻ്റെ പേര് കിട്ടിയിരുന്നത്. അപ്പോൾ ആ സാർ എനിക്ക് ഗിഫ്റ്റൊക്കെ കൊണ്ടു തന്നു. ഞാനും വണ്ടറടിച്ചു. ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു സാറിനാണ് എൻ്റെ പേര് കിട്ടിയേക്കണേന്ന്. ആ സമയത്താണ് ഞാനും അറിയുന്നത്. അപ്പോൾ അങ്ങനെ ഗിഫ്റ്റായിട്ട് ഞാനിതാ സീറ്റിലേക്ക് പോരണം. അങ്ങനെ ദേ ഞങ്ങളുടെ ഫാദേഴ്സിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും ഒക്കെ ടേൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കും അവരുടെ ഫ്രണ്ടുകൾ ഇതാ ക്രിസ്മസ് ഗിഫ്റ്റ് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാഫിൽ നിന്ന് തന്നെ ഉള്ള ടീച്ചേഴ്സ് അതുപോലെ തന്നെ സാറുമാരൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അവരും ഇതാ ഗിഫ്റ്റ് കൊണ്ടുപോയി കൊടുക്കണം. അങ്ങനെ ഗിഫ്റ്റ് എക്സ്ചേഞ്ചിങ് എന്നുള്ള ആ ഒരു പ്രോഗ്രാം തീർന്നു. ഇനിയിപ്പോൾ അടുത്തത് ടീച്ചിങ് സ്റ്റാഫിനുള്ള ക്രിസ്മസ് കേക്ക് അച്ഛൻ എന്താ കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. പ്രിൻസിപ്പാൾ അച്ഛനും അതുപോലെ മാനേജർ അച്ഛനും രണ്ടുപേരും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ക്രിസ്മസ് വീഡിയോസ് എല്ലാം കുറച്ച് വൈകിയാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ എന്നെ മനസ്സിലാക്കുന്ന നിങ്ങളെല്ലാവരും അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു കരുതുന്നു. കാരണം ഞങ്ങൾ ക്രിസ്മസിൻ്റെ അന്ന് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ നേപ്പാളിലേക്ക് ടൂറിനായിട്ട് പോയിരിക്കുകയായിരുന്നു 2 ദിവസത്തേക്ക്. പിന്നെ ക്രിസ്മസ് ഡേയ്സ് എല്ലാം വളരെ ബിസി ആയിരുന്നു. നമുക്ക് ഒട്ടും തന്നെ ടൈം കിട്ടിയില്ല. പിന്നെ ഇനി ഇതിൻ്റെ പുറകെ ആയിട്ട് നമ്മുടെ ക്രിസ്മസ് കരോളും അതുപോലെ തന്നെ ക്രിസ്മസ് കുർബാനയ്ക്കൊക്കെ പോയി വന്ന് നമ്മൾ ക്രിസ്മസ് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്നതും അങ്ങനത്തെയൊക്കെ വീഡിയോസൊക്കെ ഇതിൻ്റെ പുറകെ ഉണ്ട് കേട്ടോ. പിന്നെ നേപ്പാൾ ടൂറിൻ്റെയും ഒക്കെ വീഡിയോസ് ഇതിൻ്റെ പുറകെ വരുന്നുണ്ട്. പക്ഷെ എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടാത്തതുകൊണ്ടാട്ടോ ഇത്രയും വൈകി പോയത്. All these windows there was light.
അടുത്തത് അച്ഛന്മാരും സിസ്റ്റേഴ്സും അതുപോലെ ടീച്ചേഴ്സും എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്യുകയാണ് കേട്ടോ. This cake is very big one. Enjoy lightly. Enjoy lightly. I wish all of you a very happy Christmas and a New Year. केक खाते हुए केक खाते हुए टीचर और क्या Merry Christmas. അങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഞങ്ങളുടെ പ്രോഗ്രാം എല്ലാം അവസാനിച്ചു കേട്ടോ. അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ അതാ പോരുന്നതിന് മുൻപായിട്ട് എല്ലാവർക്കും കേക്ക് കഴിക്കാനും കിട്ടിയായിരുന്നു. അപ്പോൾ എല്ലാവരും അവിടെയൊക്കെ നിന്ന് കേക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. കേക്ക് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അവർക്ക് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ ആയിട്ട് ഇതാ എല്ലാവരും വീട്ടിലേക്ക് തിരിക്കണം. കേക്ക് പീസ് എൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഒരു പീസ് കേക്ക് എടുത്ത് അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കഴിച്ചതാ ഞങ്ങളും വീട്ടിലേക്ക് തിരിച്ചു പോകണം കേട്ടോ. ഞങ്ങളുടെ സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചു വിട്ട പല സ്റ്റുഡൻസും ടീച്ചേഴ്സായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു സ്റ്റുഡൻറ്റ് വന്നിട്ട് പറഞ്ഞു അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പോൾ അങ്ങനെ ആ ടീച്ചറുടെ കൂടെ നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ആ ഒരു മൊമെൻ്റ് കേട്ടോ അത്. നമ്മുടെ സ്റ്റുഡൻ്റ് തന്നെ നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്നു, അതുപോലെ ഫോട്ടോ വീഡിയോയ്ക്കൊക്കെ വിളിക്കുന്നു. ഭയങ്കര സന്തോഷം തോന്നി. അമ്മോ അങ്ങനെ വീട്ടിലേക്ക് എത്തി. ഗിഫ്റ്റുകൾ കണ്ടോ, ചേട്ടൻ്റെ എൻ്റെയൊക്കെ ഗിഫ്റ്റുകളാണിത്. ഇന്ന് കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റുകൾ നമുക്ക് അൺബോക്സ് ചെയ്ത് കാണാം കേട്ടോ. ഇതൊക്കെ ഒന്ന് വെക്കട്ടെ. ഇതെന്ന് വെച്ചിട്ട് ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുന്ന ആ രംഗമാണത്. തണുക്കുന്നുണ്ട്, ഞാൻ ജെല്ലാം അടച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ സ്കൂളിൽ നല്ല അടിപൊളിയായിട്ട് നടന്നു, എല്ലാം ഭംഗിയായി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനൊരു കത്രിക എടുത്തിട്ട് വരാം വേഗം. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം അച്ഛൻ തന്ന ഗിഫ്റ്റ്, അതായത് ഞങ്ങളുടെ നമ്പർ വെച്ച് ലോട്ട് കിട്ടിയ ഗിഫ്റ്റ് ഉണ്ട്. ലോട്ട് ഞങ്ങളെടുത്ത് എനിക്ക് 78 നമ്പർ കിട്ടി. ചേട്ടനോ 48. ആണോ? എനിക്ക് 78. അതെവിടെയാ? ഇതെന്റെയാ? ഇതെന്റെ 78. ചേട്ടൻ്റെ ഭ്രാന്തണോ? ഓക്കെ, ഇതെടുത്ത് ഇതാണ് ചേട്ടൻ്റെ ഗിഫ്റ്റ്. ഇതൊക്കെ ഒരു സാധനങ്ങളാണ്. എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ചേട്ടൻ പൊട്ടിച്ചോളൂ. ചേട്ടൻ എൻ്റെ 78 പൊട്ടിക്കട്ടെ കേട്ടോ. ഒരു ആകാംക്ഷയാണ് എന്താണെന്നൊക്കെ അറിയാൻ. ഓ അടിപൊളിയായിട്ട് തണുപ്പല്ലേ, അച്ഛൻ കുറേ ആയിട്ട്. ഓ സൂപ്പർ. ഇതെന്താ നമ്മുടെ സ്പ്രേ ചെയ്യാനുള്ള ബോട്ടിൽ. എന്നാണ് ഞാൻ ലുലുമോളിൽ നിന്ന് പറഞ്ഞാൽ വാങ്ങിച്ചതാ. ഇത് നേരത്തെ അറിഞ്ഞാൽ ഒന്നും വാങ്ങിക്കില്ലായിരുന്നു. ഇതുണ്ടല്ലോ, ഇത് ചേട്ടൻ്റെ ആയിട്ട് കേട്ടോ. എന്നാൽ ഓരോരുത്തരുടെ കാണിച്ചത് ചേട്ടൻ വീട്ടിലായിട്ട്. ഇതെന്താണ്? ഇത് ഫേഷ്യൽ വൈബ്സ്. നമുക്കാണ് കൂടുതൽ ആവശ്യം, ചേട്ടനാണ് കിട്ടിയത്. ഓക്കെ, അടുത്തതോ ഹിമാലയയുടെ ആൽമണ്ട് ആൻഡ് റോസ് സോപ്പ്. ഇത് ക്രിസ്മസ് ടോഫി. ഇത്രയാണ് ചേട്ടൻ കിട്ടി. കഴിഞ്ഞോ? ഓക്കെ, ഇനി അടിപൊളി. ഇതാണ് ഒരു പേന. നല്ല രസമല്ലേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ കിട്ടുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് ചേട്ടൻ്റെ ഐറ്റം കേട്ടോ. ചേട്ടൻ്റെ ഐറ്റം കഴിഞ്ഞു. ഇനി എൻ്റെ ഐറ്റം എടുക്കാം. ഇതൊക്കെ എൻ്റെ ഐറ്റം. നല്ല രസമല്ലേ, കുഞ്ഞു കപ്പ്. ഇതാ സൂപ്പർ. ഇതെൻ്റെ ഐറ്റം. ഇനി തണുപ്പായതുകൊണ്ട് ഇതാ സ്വെറ്ററൊക്കെ കളക്കാനുള്ള ഈസിയുടെ ചെറിയ ബോട്ടിൽ. അടിപൊളി, വിന്ററിൽ വളരെ ആവശ്യമുള്ളൊരു ഐറ്റം. പിന്നെ എനിക്ക് അടുത്ത് കിട്ടിയത് പ്ലാസ്റ്റിക് ബോക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണല്ലോ ഞാൻ. അപ്പം അതുകൊണ്ടായിരിക്കും ഇതാ. അതൊന്നും നോക്കിയല്ല കേട്ടോ, നമുക്ക് കിട്ടുന്ന ലോട്ട് പോലെ ഇരിക്കും. പിന്നെന്താണ്? പിന്നെ ഇതാ ഒരു മാർക്കറും. അല്ല, മാർക്കറും പിന്നെ ടോഫി. പിന്നെ ഒരു മാർക്കറും ഒരു ടോഫി. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് അച്ഛൻ സ്കൂളിൽ നിന്ന് ഗിഫ്റ്റായിട്ട് തന്നിരിക്കുന്ന ഐറ്റം. പിന്നെ അച്ഛൻ തന്നിരിക്കുന്ന ഗിഫ്റ്റാണ് ഇത് കേക്ക്. ഇതോരണം എന്താ സ്കൂളിൽ നിന്ന് ഞങ്ങൾക്ക് ക്രിസ്മസിന് എല്ലാ വർഷവും കിട്ടാറുണ്ട്, എല്ലാ ടീച്ചേഴ്സിനും. അപ്പോൾ ഇത് ഇതാ ചേട്ടന്, ഇത് എനിക്ക് കിട്ടിയ കേക്ക്. നമ്മുടെ പോയിപ്പോൾ ഞാൻ ഇതിൻ്റെ മോളിക്കൂടെ ഫ്രിഡ്ജിൻ്റെ കവർ വിരിച്ചിട്ടേക്കാം. കാരണം ഈ ഫ്രിഡ്ജ് കവർ നമ്മുടെ ഫ്രിഡ്ജ് മേലേക്ക് എത്തില്ല. അപ്പോൾ പിന്നെ ഇതാണെങ്കിൽ ലൈറ്റ് കളറാണ്. അപ്പോൾ പെട്ടെന്ന് ചീത്തയാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വിരിച്ചിട്ടേക്കണ്ട. ഞാൻ എൻ്റെ പാഴ്സൽ പൊട്ടിക്കട്ടെ, ചേട്ടൻ്റെ പാഴ്സൽ പൊട്ടിക്കണം. രണ്ട് സെയിം ആയിട്ടാണോന്ന് അറിയില്ല. ചേട്ടൻ ഒരു ടീച്ചർ അല്ലേ?
ടീച്ചർ. എനിക്ക് സച്ചിൻ സാർ, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് അപ്പുറത്തുള്ള വീട്ടിലെ സാർ, തൊട്ടടുത്ത ഡോർ ആ സാറിനാണ്. അതേ സാറ് വിഷ് യു മെറി ക്രിസ്മസ് എൻ്റെ ഹാപ്പി ന്യൂ ഇയർ ആയിരുന്നു. ഇതൊക്കെ കാര്യമായിട്ടുള്ള ഐറ്റമുള്ളത് പൊട്ടിച്ച് പോപ്പപ്പ് ടോസ്റ്റർ, ബ്രെഡ് ടോസ്റ്റർ കേട്ടോ. ഓ അടിപൊളി. രാവിലെ എല്ലാ ദിവസം ബ്രെഡ്. ഞാൻ ഇടയ്ക്ക് നാളെ ഒരിക്കൽ പോയപ്പോ ഞാൻ വാങ്ങിക്കണം എന്ന് പറഞ്ഞതാട്ടോ ഈ ഐറ്റം. പിന്നീട് വിട്ട് കളഞ്ഞു. പിന്നെ എപ്പോഴെങ്കിലും ആവാന്ന് വെച്ചു. സൂപ്പർ. 1 year വാറണ്ടി. ഞങ്ങൾക്ക് ഇല്ലാത്തൊരു ഐറ്റന്. അപ്പൊ ആഷ്ക ടീച്ചർക്ക് താങ്ക് യു വെരി മച്ച്. നീ എന്റെ ഐറ്റം കൂടെ പൊട്ടിക്കും. എന്റെ ഐറ്റം അത് ചെയ്യണോ? ഭയങ്കര ആകാംക്ഷയായിപ്പോയി എന്നറിയാം. അല്ല അതല്ല, വേറെ ഒന്നുമാണ്. ഇത് വേറെ ഐറ്റം ഉണ്ടോ? കാസറോൾ ആണ്. വുഡൻ സ്റ്റാൻഡ്, സാലഡ് ബോൾ ആൻഡ് വുഡൻ സ്റ്റാൻഡ്. ഓ സൂപ്പർ, അടിപൊളി. ഇല്ലാത്തൊരു ഐറ്റമാണ് ഇത്. എൻ്റെ ഐറ്റം എന്താ എടുക്കുന്നു കേട്ടോ. എൻ്റെ ഐറ്റം ഇതാണ് ഐറ്റം. ഞാൻ ആദ്യം ഫോട്ടോ കാണിച്ചുതരാം. ഇത് സാലഡ് ബൗൾ ആൻഡ് വുഡൻ സ്റ്റാൻഡ്. 2 സൈഡിലും അതിൻ്റെ ഫോട്ടോ ഉണ്ട്, പിക്ചർ കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡ് കണ്ടല്ലോ നിങ്ങൾ. പിന്നെ സാലഡ് ബൗൾ. എൻ്റെ അമ്മോ നല്ല കട്ടി കേട്ടോ ഇതിന്. ഇതാണ് നമ്മുടെ സാലഡ് ബൗൾ. സൂപ്പർ. ആവട്ടെ, അടിപൊളി. അപ്പോൾ സച്ചിൻ സാറിന് താങ്ക് യു സോ മച്ച്. നല്ല അടിപൊളിയായിട്ട് കേട്ടോ. നമുക്ക് സാലഡിന് മാത്രമല്ല കിച്ചണിലെ വേറെ എന്തെങ്കിലുമൊക്കെ യൂസിന് ഉപയോഗിക്കാം. എല്ലാ യൂസുകൾക്കും ഉപയോഗിക്കാം. ചോറ് വയ്ക്കാനോ കറി വയ്ക്കാനോ ഒക്കെ. ഇത് നോക്കട്ടെ. അതുകൂടെ പൊട്ടിക്ക്. നമുക്ക് എന്തായാലും യൂസ് ചെയ്യണ്ടേ. പിജിയൻ ആണോ? പിജിയൻ്റെ കേട്ടോ. ചേട്ടൻ്റെ കമ്പനി പിജിയൻ. ഇതാണ് ബ്രെഡ് ടോസ്റ്റർ. ഇവിടെ 2 വെച്ച് നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം. സൂപ്പർ. പാഷന ടീച്ചർക്കും താങ്ക് യു. പിജിയൻ കമ്പനിയുടെ ടോസ്റ്റർ. അപ്പോൾ ഇന്നത്തെ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്കൂളിലെ ക്രിസ്മസ് സെലിബ്രേഷൻ കേട്ടോ. ഇത് ടീച്ചേഴ്സിനുള്ള ക്രിസ്മസ് സെലിബ്രേഷൻ. എല്ലാം ഭംഗിയായി നടന്നു. ഞങ്ങളും ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഞങ്ങൾക്കും ഗിഫ്റ്റ് കിട്ടി. ഭയങ്കര സന്തോഷം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി എന്താ വുഡൻ സ്റ്റാൻഡുമെന്ന് വെച്ച് നോക്കട്ടെ കേട്ടോ. കാണിച്ചില്ല, നിങ്ങളൊന്ന് വെച്ച് കാണിക്കാം. എങ്ങനെ വെക്കണേന്ന് ഒന്ന് നോക്കട്ടെ. ഇത് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ സ്റ്റാൻഡ്. ഇങ്ങനെ 2 പീസ്. യെസ്, ഇങ്ങനെ കേട്ടോ. ഫോട്ടോയിൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് അറിയാം. ഇങ്ങനെ എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ വയ്ക്കാം. അപ്പോൾ അവിടെ ഇരുന്നോളൂ. അടിപൊളി സെറ്റ്. സൂപ്പർ. അപ്പോൾ നിങ്ങൾക്കിനി ഇത് കിച്ചണിൽ കാണാം. ഞാനിതിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്ത് യൂസ് ചെയ്യും. ചിലപ്പോൾ എന്നും യൂസ് ചെയ്യും. കിച്ചണിലപ്പോൾ ഇതുണ്ടാവും. അടിപൊളി. നമുക്കിത് എല്ലാ പർപ്പസിനും പറ്റിയ അടിപൊളിയായിട്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ സ്കൂളിലെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ വിശേഷങ്ങളൊക്കെ. ഇത് നല്ല സൂപ്പർ തണുപ്പായിരുന്നു. ഞങ്ങളവിടെ ഇരുന്ന സമയത്തൊക്കെ നല്ലപോലെ തന്നെ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പല പ്രോഗ്രാമിൻ്റെയൊക്കെ ഇടയ്ക്ക് അതൊന്നും അറിഞ്ഞില്ല എന്ന് മാത്രം. നല്ല തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ പോയത് തണുപ്പത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും ഒന്നും ഒട്ടും തന്നെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും കൂടെ മറക്കല്ലേ. നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സ് ഫേസ്ബുക്കിൽ വീഡിയോ കണ്ടിട്ട് ഫോളോ ചെയ്യാതെ പോകുന്നുണ്ട്. അപ്പോൾ ഫോളോ ചെയ്യണമെങ്കിൽ അതെനിക്ക് വലിയൊരു സപ്പോർട്ടായിരിക്കും. നമ്മുടെ പേജ് ഇതുവരെ മോണിറ്റൈസ് ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ പേജ് വളരെ വേഗത്തിൽ തന്നെ മോണിറ്റൈസേഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.